അപ്പോൾ ഈ അങ്കിൾ ബണ്ണ് ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ അടുത്ത് ഹരിപോത്തൻ സുപ്രിയ ഫിലിംസിൽ അപ്പം അദ്ദേഹം എൻ്റെ ഒരു അങ്കിളും കൂടെയാണ്. അപ്പോൾ മരിച്ചതിനോട് ഇങ്ങനെ എനിക്ക് പറഞ്ഞിടാ എൻ്റെ മനസ്സിലതൊരു ഒരു ഒരു കഥയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ സ്വന്തം കഥയാണോ? അല്ല, ഞാൻ കണ്ടൊരു ഇംഗ്ലീഷ് കാസറ്റാണ്. അതിനകത്തുനിന്നൊരു കഥ പറയാം. ഒരു തടിയനായ അങ്കിൾ ചാർലി. മോഹൻലാൽ ഉഗ്രമായിരിക്കും, ഭയങ്കര തടി, ഒരു 150 പൗണ്ട് ഭാരമുള്ള ഒരു അങ്കിൾ ചാർലി, 150 കിലോ ഭാരമുള്ള അങ്കിൾ ചാർലിയും 3 പിള്ളേരും, കുരുന്ന് 3 പിള്ളേരും. എന്നോട് പുള്ളി ഇത്രേ പറഞ്ഞുള്ളൂ. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. മോഹൻലാലിൻ്റെ അത് അപ്പുറത്തെ രൂപത്തിൽ നിന്ന് ഘടനയിൽ തന്നെ ഒരു വലിയ മാറ്റം സംഭവിപ്പിച്ചുകൊണ്ട് 150 കിലോ ഭാരമുള്ള ഒരു അങ്കിൾ ചാർലി വിത്ത് 3 ചിൽഡ്രൻ. അപ്പോൾ ഞാൻ ഗുഡ്, ഞാൻ നിന്നെ കാസറ്റ് കാണിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് കാസറ്റ് ഒന്നും കണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാസറ്റ് കാണാതെ ആ സിനിമ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആ കാസറ്റ് കണ്ടിട്ടില്ല. ഞാൻ ആ കാസറ്റ് കാണാതെ ആ സിനിമ എടുത്തിട്ട് പോലും അന്നത്തെ കാലത്ത് ഏതോ മാസികയിൽ ഇറങ്ങി വന്നു ഈ സിനിമയുടെ. എപ്പോഴും അങ്ങനെയല്ല, ഒരേ പാറ്റേണിൽ കുട്ടികൾ, 3 കുട്ടികൾ, അങ്കിൾ ചാർലി, അതും പ്രമേയം അതാണല്ലോ. അപ്പോൾ അങ്ങനെ പ്രമേയം അതാകുമ്പം നമ്മൾ ചിലപ്പം ഒരേ ആംഗിളിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു സാധ്യത ആയിരുന്നിരിക്കാം. പ്രേക്ഷകർ പലർക്കും അതങ്ങനെ ഇന്ന സിനിമയുടെ ഒരു സാമീപ്യം, കാരണം എനിക്ക് സാമീപ്യമുള്ള സിനിമകൾ അങ്ങനെ കോപ്പി ചെയ്യുന്ന ഇഷ്ടമല്ല. യു ക്യാൻ ടേക്ക് ഫിലിംസ് ഫോർ ഇൻസ്പിറേഷൻ, അല്ലാതെ അതിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്യാൻ നമ്മുടെ ആവശ്യമില്ലല്ലോ, ഒരു ഫിലിം മേക്കറുടെ ആവശ്യമില്ല. അപ്പോൾ അതെനിക്കത് ഇങ്ങനെ ഒരു എനിവേ ഈ പ്രൊജക്റ്റ് ഇങ്ങനെ ഈ ലൈൻ തോട്ട് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അതിങ്ങനെ ക്ലിക്ക് ചെയ്യാൻ കൊള്ളാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ലാലിനെ സമീപിക്കുകയല്ല ചെയ്ത്. ഞങ്ങൾ തമ്മിൽ യാദൃച്ഛികമായിട്ട് മദ്രാസ് എയർപോർട്ടിൽ വെച്ച്, മീനമ്പാക്കം എയർപോർട്ടിൽ വെച്ച് കാണുക. അപ്പോൾ ഈ അയ്യർദഗിരിൻ്റെ ഇങ്ങനെ കുറത്ത കാർമേഘം പോലെ ഇങ്ങനെ ഉരുണ്ട് പൊട്ടത്തിൽ കിടക്കുന്ന കാർമേഘ കൂട്ടങ്ങളെ മുഴുവൻ അന്നത്തെ കാലത്ത് സർവ്വ മാസികയ്ക്കത്ത് എഴുതി വന്നല്ലോ. ഇതെല്ലാം പുള്ളിക്കും അറിയുകയും ചെയ്യും. അപ്പോൾ പുള്ളി എന്നായിരുന്നു ഈ മറ്റേ അയ്യർദഗിരിയുടെ പ്രശ്നം എന്താണ്? അപ്പോൾ ഈ മമ്മൂട്ടിയെ മരത്തിൽ കയറ്റിയ കാര്യവും ഇരുത്തിയ കാര്യവും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തമാശയായിട്ട് എയർപോർട്ടിലിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അല്ലാതെ ഞാനിങ്ങനെ ഒരു ചിന്ത എന്ന് പറഞ്ഞ പുള്ളി എൻ്റെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചു. അണ്ണാ, ഐ വിൽ ഡു എ ഫിലിം ഫോർ യു. ഞാൻ ഇങ്ങനൊരു കാര്യമുണ്ട്, നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ പുള്ളി ഞാനിങ്ങനെ കൈയെടുത്തപ്പോൾ തന്നെ പുള്ളി ഇങ്ങനെ കയറി പിടിച്ചു പറഞ്ഞു, നമുക്ക് ഐ വിൽ ഡു എ ഫിലിം എന്ന് പറഞ്ഞു. റെഡിയാൻ എന്നോട് പറഞ്ഞാൽ മതി. ഇടയ്ക്ക് യാതൊരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും ഇല്ല. റെഡിയായി കഴിഞ്ഞു. ഞാൻ ലാലിനോട് ഈ കഥ പറഞ്ഞു. പുള്ളി പറഞ്ഞു എക്സലൻറ്റ്. പുള്ളി ഭയങ്കര പോസിറ്റീവ്. പക്ഷേ ഈ 150 കിലോ എങ്ങനെയാണ് ഇത് പഞ്ഞി വെച്ച് കിട്ടിയാൽ ശരിയാവത്തില്ല. നമ്മൾ സിനിമയ്ക്ക് ഗർഭം ഉണ്ടാക്കുന്നതിൽ അകത്ത് തലവണ വെച്ച് ഗർഭം ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യും? നിങ്ങൾ സാധനം ഇഷ്ടപ്പെട്ടോ? സാധനമൊക്കെ ഫൈൻ, റെഡി. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാവും? ലീവ് ടു മീ. അപ്പോൾ ഈ അയ്യർദഗിരിൻ്റെ ഒരു ടെക്നിക്കൽ ബാക്കപ്പ് ഉണ്ടല്ലോ പുറകിൽ. അപ്പോഴാണ് ഈ സാബു സിറിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ സാബു അന്നത്തെ ചില പരസ്യ സിനിമകൾക്ക് വേണ്ടി ഒരു ബ്ലോക്കിൽ വേണ്ടുന്ന പ്രോപ്സുകൾ ഉണ്ടാക്കി കൊടുക്കുക. ആർട്ട് ഡയറക്ടർ പോലും അല്ല, അതിന് ആർട്ട് ഡയറക്ടർ വേറെ ആയിരിക്കും. അപ്പോൾ ആ ബ്ലോക്കിൽ വേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാബു സിറിലുണ്ട്. സാബുവിൻ്റെ ഫാദറും ഭയങ്കര ടെക്നിക്കൽ മൈൻഡുള്ള ആളാണ്. വിൻസെൻ്റ് മാസ്റ്റർ പെങ്ങളുടെ മകനാണല്ലോ. ഞാൻ സാബുവിനെ വിളിച്ചു. സാബുവിൻ്റെ ആദ്യത്തെ ഫിലിമാണ് അങ്കിൾ മാൻ. എനിക്കൊരു ചുമ്മാ ഒരു കോൺഫിഡൻസ്. അന്ന് ഈ ഒരു കൺവെൻഷണലായിട്ടുള്ള ചില ആർട്ട് ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ആ താളം ഒന്ന് തെറ്റിച്ചുകൊണ്ട് സാബുവിനെ പറയാം, സാബു ഈ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടർ ആകാൻ പോകുന്നു. യു ആർ ഗോയിങ് ടു ബി ദ ആർട്ട് ഡയറക്ടർ ഓഫ് ദിസ് ഫിലിം. പക്ഷേ ഒരു കാര്യമുണ്ട്, ചലഞ്ച് ഞാൻ തരികയാണ്. 150 കിലോ ഭാരമുള്ള എനിക്കൊരു ചാർലിയെ ഉണ്ടാക്കണം. ചാർലി നെയിം ഓഫ് ദ ക്യാരക്ടർ, മോഹൻലാൽ. പക്ഷേ പഞ്ഞി വെച്ച് നമ്മുടെ ക്രിസ്മസ് പാപ്പ ഉണ്ടാക്കുന്നവരെ ഉണ്ടാക്കാൻ പാടില്ല. തരങ്ങൾ വെച്ച് തടി വീർപ്പിക്കാൻ പറ്റത്തില്ല. അല്ലാതൊരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യണം. അത് നമുക്ക് ആസൂത്രണം ചെയ്യാം. സാബു അപ്പം തന്നെ പറഞ്ഞു, വി വിൽ വർക്ക് ഓൺ വാട്ടർ ബാഗ്. അപ്പം സെക്കൻഡ് തന്നെ പുള്ളി പറയാണ്.
സാബു ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്കിൾ ബൺ വുഡ് നോട്ട് ഹാവ് ടേക്കൻ പ്ലേസ്. സാബുവിൻ്റെ ആ ഒരു ഭയങ്കര ക്രൂഷ്യലായിരുന്നു. സാബു അയ്യോ അത് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്കിൾ ബൺ അവിടെ ഉപേക്ഷിക്കുകയായി. അപ്പോൾ സാബു ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇൻസ്പയർഡായി. സാബു പറഞ്ഞു എനിക്ക് ഗീവ് മീ 1 month ടൈം. അങ്ങനെ ഒറ്റ മാസം കൊണ്ട് സാബു ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു കാരിക്കേച്ചർ ഉണ്ടാക്കി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും സാബു കടന്ന് വളരെ സീരിയസ് ആയി. സാബു ഡയറക്ടറാകാൻ പോലെ. അങ്ങനെ പ്രിയൻ്റെ ഏതോ ഒരു സെറ്റിൽ ഞങ്ങൾ എനിക്കൊന്ന് കിലുക്കത്തിൻ്റെ സെറ്റിൽ കൊടൈക്കനാൽ ചെല്ലുക. അപ്പം സാബു നേരത്തെ പറഞ്ഞു ഇത് കൊടൈക്കനാൽ പോലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇതിൻ്റെ ക്ലൈമറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഇത്രയും ഭാരം അകത്ത് കയറുകയല്ലേ, വെള്ളവും വാട്ടറുമായി കയറുമ്പോൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും ശരീരമേ. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് തണുപ്പുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ തന്നെ പോയി മോഹൻലാലിനെ ഈ വേഷമൊക്കെ കെട്ടിച്ച് ഒരു 3-4 സ്റ്റില്ലുമൊക്കെ എടുത്ത് ലാല് തന്നെ അവിടെ കിടന്നൊരു ഇത്രയും ഭാരപ്പെട്ട് ലാൽ അവിടെ കിടന്നൊരു ഡാൻസും ഒക്കെ ചെയ്യും. ഭയങ്കര എല്ലാവരും ഭയങ്കര ഇൻസ്പയർഡായി. എനിവേ ഞങ്ങളുടെ ഫസ്റ്റ് ഈ കോസ്റ്റ്യൂം ടെസ്റ്റ് 100%. അങ്ങനെയാണ് ഈ അങ്കിൾ ബണ്ണുണ്ടാവുന്നത്. അവിടെ നിന്നാണ് പ്രിയൻ സാബുവിനെ പിക്ക് ചെയ്യുന്നത്. സ്ഫടികത്തിലെ ആടുതോമ ജീവിച്ചിരുന്നൊരു കഥാപാത്രമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രസക്തി. സ്ഫടികം എടുക്കാൻ എന്നെ പ്രചോദിപ്പിച്ച കാര്യമാണ്. മനസ്സും ശരീരവും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണ്. കാരണം വളരെ തീവ്രതയുള്ളൊരു സ്ക്രിപ്റ്റ്. ആ സമയത്തൊക്കെ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്തൊക്കെ ഭാര്യനെ കാണുന്നതും പിള്ളേരെ കാണുന്നതും പോലും ഇഷ്ടമല്ല. അതിന് പല ഘട്ടങ്ങളിൽ രാജേന്ദ്രബാബുവും ഞാനും കൂടെ എൻ്റെ മദ്രാസിൽ ഞങ്ങൾക്കൊരു പെൻറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ 2000 acres ഗിന്ദി ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പ്രകൃതി തന്നെ കാണാം. അപ്പോൾ അവിടെ ഇരുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് വൈഫ് കയറി വരും, കാപ്പിയായിട്ട് വരും, അല്ലെ സൂപ്പായിട്ട് വരും, അല്ലെ പിള്ളേർ കയറി ഇവരെ കാണുന്ന പോലും ഇഷ്ടമല്ല. അതിന് അത്രയും അതാണ് ഈ സ്ക്രിപ്റ്റ് അത്രയും തീവ്രമാണ്. അതിന് ഏറ്റവും വലിയ ഇമോഷണൽ കോണ്ടസ്റ്റൊക്കെ ഡിസ്കസ് ചെയ്യുകയും അത് എഴുതുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ കയറി വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമുക്ക്. അപ്പോൾ അത്രയും ഒരു സ്ട്രെയിൻഡ് സ്ക്രിപ്റ്റിംഗ്. അയ്യോ, ലോട്ട് ഓഫ് ടൈം, ലോട്ട് ഓഫ് എനർജി. അപ്പോൾ അത് എക്സിക്യൂഷനിലേക്ക് വന്നപ്പോഴത്തേക്കും വളരെ വെഹിമെൻ്റായിട്ടൊരു ഹീറോ. അപ്പം ഒരു കൺവെൻഷനലായിട്ടുള്ളൊരു ഇടിപ്പടമല്ല, ഇടിക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ടാവണം. അപ്പോൾ അത് വന്ന് ത്യാഗരാജ മാസ്റ്റർ അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ. അപ്പോൾ ത്യാഗരാജ മാസ്റ്ററുമായിട്ട് ഞാൻ മുട്ടിന് വഴക്കാം. ത്യാഗരാജൻ മാസ്റ്റർ സ്ഥിരം നാടകവേദിയിൽ ഉള്ള ചില സോ കോൾഡ് ബ്ലോക്സുകളും സോ കോൾഡ് കോമ്പസിഷൻസുകളും വയ്ക്കും. ഞാൻ മാഷയില്ല, പറ്റില്ല. ഫ്രെയിമിനകത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു അടി പാടില്ല. അപ്പോൾ പിന്നെ എപ്പോഴും ചൊല്ലാനേ ഞാൻ പറഞ്ഞത് ആട് തോമാക്ക് നിന്നിടിയില്ല, ഓടിച്ചിട്ടിടി. അതിൽ സിനിമ ശ്രദ്ധിച്ചുള്ളൂ. ആ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ സ്റ്റണ്ടുകളിലും നിന്നുള്ള ഇടിയില്ല, ഓടിച്ചാടി പെരണ്ട് മണ്ടേ കയറി, അതിന് വേണ്ടത് ഇങ്ങോട്ട് എടുത്ത് ചാടി പോളുവാട്ട് കുത്തി അതിൻ്റെ മണ്ടയിലോട്ട് കയറി, എല്ലാം ഓട്ടത്തിൽ കൂടെയാണ്. അപ്പോൾ എന്നോട് ധാരാമാസ് പറയും, എന്നപ്പാ ഒളിമ്പിക്സിൽ പോരാ അമ്മ ഹീറോ. എത്രയോ ഘട്ടങ്ങളിൽ. അപ്പോൾ എവിടെയെങ്കിലും ഫ്ലോ വന്നു കഴിയുമ്പോൾ പുള്ളി ഉടനെ കടിറ്റ് ഇവിടെ ഇൻസേർട്ട്. മാസ്റ്ററെ നമ്മുടെ സിനിമയ്ക്കകത്ത് ഫ്ലോ ന്യായീകരിക്കാൻ വേണ്ടി ഇൻസേർട്ടുകളില്ല, അതുകൊണ്ട് ഫ്ലോ ഇല്ലാതെ അങ്ങ് എടുക്കുക. മാസ്റ്റർ മൂടോട്ടായിട്ട് പോകും. പക്ഷേ മാസ്റ്റർ വരും, മാസ്റ്റർ വന്നിട്ട് വീണ്ടും കാണിക്കുമ്പോൾ ഞാൻ മൂടോട്ടായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഏറ്റവും സ്ട്രെയിനായിട്ടുള്ള ഇതിൻ്റെ വികാരതലങ്ങളുമായിട്ടുള്ള ആ ഏരിയയിലല്ല. കാരണം അതിനകത്ത് നൊന്തരം ആർട്ടിസ്റ്റുകൾ, മോഹൻലാൽ, തിലകേട്ടൻ, ലളിത, KPC ലളിത, വേറെ ആര് വേണം? ഇവരോട് നമ്മൾ പറഞ്ഞു ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ല പരിപാടി. ഈ ഏരിയയിലാണ് എനിക്ക് ഏറ്റവും ഭയങ്കര പ്രശ്നം.
ഇദ്ദേഹം അതങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഫ്ലോ. മാഷെ ഞാൻ ചോദിക്കട്ടെ മാഷെ, ഇതെങ്ങനെ മാഷെ ഈ ലോറിയിൽ നിന്ന് ആ മറ്റേ ജീപ്പിലോട്ട് ഇങ്ങനെ എടുത്ത് ചാടുമ്പോൾ ഇങ്ങനെ ഒരു ക്യൂ കണ്ടു, അടുത്ത ക്യൂവിൽ ഈ ജീപ്പെ പിടിച്ചു, ഇതിന് നടുക്കുള്ള ആ സ്പേസ് വേർ ഈസ് ഇറ്റ്? അതെന്താണത്? വൈ? അന്ന് ഈ റോപ്പൊന്നും ഇല്ല. ഇപ്പൊക്കെ റോപ്പിൽ എന്ത് വേണമെങ്കിലും ഇപ്പോൾ നമ്മൾ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റില്ലേ, ആകാശത്ത് നിന്ന് ഇടിക്കുക, വെള്ളച്ചാട്ടത്തിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് ചാടി വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വന്നുകൊണ്ട് ഇടിച്ചേച്ച് തിരിച്ച് മലയുടെ മണ്ടയിലോട്ട് കയറാം. എനിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ അന്ന് ഈ റോപ്പ് സിസ്റ്റംസ് ഒന്നും ഇല്ല, ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അവൈലബിൾ അല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാപ്പാ ഈ വണ്ടിയെ ആ വണ്ടിയിൽ ചാടാൻ പറ്റുമോ? അതെനിക്കറിയില്ല. എന്താ മാസ്റ്റർ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ? അപ്പോൾ മാസ്റ്റർ ഇവിടുന്ന് ഇങ്ങനെ അടുത്ത വണ്ടിയിലോട്ട് ചാടുന്ന ഇങ്ങനെ തല കൊണ്ടൊരു ക്യൂ കാണിക്കും, എവിടെയെങ്കിലും ആരെങ്കിലും നോക്കി നിൽക്കുന്ന ഒരു ഇൻസർട്ട്. ഞാൻ പറഞ്ഞു അയാളിങ്ങനെ തല ഇങ്ങനെ കാണിച്ചോട്ടെ ഇൻസർട്ടോ, അതെന്തിനാ അയാളെ അവിടെ അപ്പം നോക്കിയത്? ഈ ഇങ്ങോട്ടുള്ള കുതിപ്പേന്ന് അങ്ങേ വണ്ടിയിലോട്ട് കയറി ചാടി വീഴുമ്പോഴല്ലേ ഹോ എന്ന് തോന്നുള്ളൂ. അയാൾ ഇങ്ങനെ കാണിച്ചോട്ടെ എന്തിനാ ഇൻസർട്ട് കട്ട് ചെയ്യുന്നത്? അത് മാസ്റ്റർ എസ്കേപ്പിസം അല്ലേ? നോ, അത് നമുക്ക് പോസിബിൾ അല്ലേ? ഓടിക്കുക, ഓടിച്ചിട്ട് പുരട്ടിയിടി. ഇതൊന്ന് പറയാം, 2 പറയാം, 100 പറയാം. ഇതെങ്ങനെ 5000 പ്രാവശ്യം പറയുക? എപ്പോഴും പ്രശ്നം. അതേപോലെ മോഹൻലാലോട് പോയി പറയും, എന്നാ ലാൽ സാർ മുടിയാതെ അപ്പം എന്നമോ ചൊല്ലേ നമ്മളെ മുടിയാതെ, ഞാൻ പോറേ, ഞാൻ ഇന്നേക്ക് ഈവനിങ് പോറേ. അപ്പം അന്ന് ഭാഗ്യത്തിന് വില്യംസാണ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ വില്യംസ് എല്ലാം എടുക്കണല്ലേ. അപ്പോൾ ഞാൻ വില്യംസിനോട് വില്ലി ഇങ്ങനെ അങ്ങനെയോടൊന്ന് പറഞ്ഞു കൊടുക്കും വില്ലി. അപ്പോൾ വില്ലി ഇച്ചിരി ഇടിപിടിയൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ. മാസ്റ്റർ ഇങ്ങനെ വാപ്പേ, എന്നാ മാസ്റ്റർ ഇത് അയാൾ പറയുന്നത് ശരിയല്ലേ, എങ്ങനെയല്ലേ വേണ്ടേ, എന്ത് കഷ്ടം എന്നാ മാസ്റ്റർ പറയുന്നത്, നമുക്കിങ്ങനെ ചെയ്യേ. ഇപ്പോൾ ഈ മാസ്റ്റർ ചെയ്യാത്തൊക്കെ വില്യംസ് കാണിച്ചു കൊടുക്കും, എന്നാ തപ്പ്, നീ പോയാ എന്നൊക്കെ പറഞ്ഞ് മാസ്റ്ററോട് തട്ടിക്കയറിയൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ആ ഒരു ഏരിയയിലുള്ളൊരു ഭയങ്കര സ്ട്രെയിനായിരുന്നു. പിന്നെ ഈ പലപ്പോഴും മോഹൻലാലിനെ കൊണ്ട് ഇത്രയും സ്ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ള കുഴപ്പങ്ങൾ അത് പറയും. മോഹൻലാൽ എൻ്റെ സിനിമയിൽ എപ്പോഴും എപ്പോഴും പറയും, നിങ്ങളുടെ സിനിമ ഞാൻ അഭിനയിക്കുമ്പോൾ ഒക്കെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ സിനിമ കഴിയുമ്പോഴും പിന്നെ ഒരു 6 മാസത്തേക്ക് എനിക്ക് വേറൊരു സിനിമയും ചെയ്യാൻ നോക്കുന്നില്ല. എല്ലാ അസുഖങ്ങളും നീര് വീഴ്ചയും ഒടിച്ചിലും ഉളുക്കും ഒക്കെ പുള്ളി ആ സിനിമയിലാണ്. പക്ഷെ അവിടെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നില്ല ഇത്രയും ലോകത്തിങ്ങനെ ഒരു നടനുണ്ടാകും. ആ വിതിൻ ദ ബ്ലോക്ക്, ഈ ഒരു ബ്ലോക്കിനകത്ത് നോ എന്നൊരു വാക്ക്, നോ, മുഖത്ത് ഒരു അസന്തുഷ്ടി എന്ന് പറഞ്ഞൊരു, എന്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്യില്ലയോ നമ്മളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തത്തില്ല. അതാ പക്ഷെ ഇങ്ങനെ ഈ ഒരു നോ എന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് എപ്പോഴും വിചാരിക്കും, എന്താ ഇതൊരു പ്രത്യേക ആളാണല്ലോ. ഒരിക്കലും ഒരു ഫിലിം മേക്കറോട്, അത് എന്നോടൊന്നല്ല കേട്ടോ, ഇതിപ്പം മൊത്തമുള്ള ലാലിൻ്റെ ഒരു സ്വഭാവ രീതിയാണ് എല്ലാവരും പറയാറുണ്ട്. വളരെ അതിനെ നമ്മൾ വളരെ എന്താ പറയുക, അത് ചെയ്യുന്ന അതിൻ്റെ, എനിക്ക് മുൻപിലൊരു ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറയ്ക്ക് പിറകിൽ എന്നേക്കാൾ ധീരന്മാരായ, എന്നേക്കാൾ ഇതറിയാവുന്ന ഒരു വകുപ്പ് പുറയിലുണ്ടെന്നും ഞാൻ അങ്ങനെ പറയാം. ഞാനല്ല, ഐ ആം ജസ്റ്റ് ലൈക്ക് എ പപ്പറ്റ്. എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ ഒരു ക്രൂ ഇതിന് പിറകിലുണ്ട്. അവർക്കറിയാവുന്ന ഒപ്പം എനിക്കൊന്നും അറിയാൻ മേല. അതാണ് എപ്പോഴും പറയും, നമ്മൾ എപ്പോഴും ഒരു ആക്ടറാണ് ലാൽ എപ്പോഴും. പിന്നെ നമ്മൾ പറയുന്നതിൻ്റെയൊക്കെ വളരെ മുകളിൽ അദ്ദേഹത്തിന് ഒരു പ്രിപ്പറേഷൻ ഇല്ലല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, ഇതിനകത്ത് തന്നെ ഈ ചെകുത്താൻ്റെ പേര് വെച്ചുകൊണ്ട് ഈ ലോറി വീട്ടിലേക്ക് ഓടിച്ചു വരും. എന്നിട്ട് വീട്ടിൻ്റെ മുമ്പിൽ വന്ന് ചാക്കോ മാസ്റ്റർ ഇങ്ങനെ പത്രവും വായിച്ച് അരിവസര കിടക്കുക. ചാക്കോ മാസ്റ്റർ ചലഞ്ച് ചെയ്യുന്നിടത്ത് അദ്ദേഹം എഴുന്നേറ്റ് പറയും, ആടാ നിൻ്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടടാ, കാണണോ എനക്ക് എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നൊരു കാലണ എടുത്തേച്ച് എറിഞ്ഞു കൊടുക്കും. ഓട്ടക്കാലണേ, നീ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ തകർത്തവനാണ്. ഇയാളൊരു ഇങ്ങനെ ആ ഓട്ടക്കാലനയ്ക്കകത്തൂടെ ഇങ്ങനെ നോക്കിയേച്ചേ, ഇയാളെ അപ്പനെ ഒരു നോട്ടമുണ്ട്. ആക്ച്വലി അയാൾ അഭിനയിക്കല്ല, ഒരു എന്താ പറയുക, ഓഫ് കോഴ്സ് ഒരിക്കലും ആക്ടിങ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷനാണ്. അഭിനയിക്കാൻ വേണ്ടി കാണിക്കുന്നതൊന്നും അഭിനയമല്ല, അത് കോഷ്ടിയായി മാറും. ഞാൻ കണ്ണു നിറഞ്ഞു ആ ഒരു നോട്ടം.
അത് ഞാൻ ഷോട്ട് കട്ടിയതിന് ശേഷം ഇതാ നിനക്ക് പകരം ഞാനൊരു മകനെ സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു വെളിപ്പാട് അകലെ ഒരു തെങ്ങ് വെച്ചിരിക്കുക. ഈ തെങ്ങ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഓട്ടക്കാലണ കഴിഞ്ഞിച്ച് പിന്നെ തെങ്ങാണ്, 2 സിനാനിയംസാണ്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് വന്നൊരു വികാരമുണ്ടല്ലോ, അതിങ്ങനെ എന്തൊക്കെ വെള്ളം കാണിക്കാൻ മേലെ, ഒരു നിസ്സംഗതയ്ക്കകത്ത് പൊതിഞ്ഞുകൊണ്ട് എന്നാൽ വളരെ റിയാക്റ്റീവായിട്ടുള്ള ഇങ്ങനത്തെ ഒരു അപ്പനൊരു മകനോട് എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയും, എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും, അങ്ങനെ അതിന് ഒരു പിടി മണ്ണ് എന്നെ എടുത്തേച്ച് ഞാൻ സൂക്ഷിക്കും ഒരു പിടി മണ്ണ് എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇതെന്ത് ചെയ്ത ലാൽ, അത് എൻ്റെ മനസ്സിലുള്ള പോലെ, ലാൽ നന്നായി ചെയ്യുന്നുണ്ട്, എൻ്റെ മനസ്സിലുള്ള പോലെ അത് ലാൽ അങ്ങോട്ട് ശരിയാവുന്നില്ല. ഐ തിങ്ക് അബൌട്ട് 8 times കാണിച്ചു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഓരോ പ്രാവശ്യം കാണിച്ചു കൊടുക്കുമ്പോഴും ഒരു ശിശുവിൻ്റെ കൗതുകത്തോടെ, ഒരു കുട്ടി, ഒരു നഴ്സറി വിദ്യാർത്ഥി കാണിക്കുന്ന കൗതുകം നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ, ഞാനല്ലല്ലോ ആ റോൾ അഭിനയിക്കണ്ടേ, അത് കാണിച്ചു കൊടുക്കുമ്പം നമ്മുടെ മുഖത്ത്, ഞാൻ മോഹൻലാലാണ്, ഇയാളെന്ത് നമ്മൾ അഭിനയം കാണിച്ചിരുന്നത്, അല്ലേ ഒന്ന് പറഞ്ഞല്ലോ മതി, കൂടുതൽ എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അതല്ല. ഓരോ പ്രാവശ്യം തെറ്റുമ്പോഴും ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു LKGയിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ അത് കാണുന്നത്. 7ാമത്തെ 8ാമത്തെ പ്രാവശ്യം യെസ് ഡൺ ഇറ്റ് എക്സലൻ്റ്ലി വെൽ. ഞാൻ ഷോട്ട് കെട്ടിയതിന് ചാടി കയറി ബ്ലോക്കിൽ കെട്ടി അങ്ങ് പിടിച്ചു പോയി. പലരും ചോദിക്കും, ഇതെന്താ ലാൽ സാറുമായിട്ട് ഇപ്പം എന്താ സിനിമയൊന്നും ചെയ്യാത്തേ? ഞാൻ പറഞ്ഞു, ഞാൻ ലാൽ സാറുമായിട്ട് സിനിമ ചെയ്താൽ നിങ്ങൾ സ്വീകരിക്കുന്നില്ലല്ലോ, വെറുതെ അത്രയും വലിയ നടൻ്റെ പൊട്ടൻസി ഞാൻ കാരണം വെറുതെ വേസ്റ്റ് ചെയ്യുക. എന്താ ഈ പറയുന്നത്, ഏത് പടം അങ്ങനെ വേസ്റ്റായിപ്പോയി? ഞാൻ പറഞ്ഞു, സ്ഫടികം സിനിമയ്ക്ക് ശേഷം ഞാൻ അതല്ലാത്ത വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ് ഒളിമ്പ്യൻ ആൻ്റണി ആദം ചെയ്തത്. അത് നല്ല സിനിമയായിരുന്നല്ലോ, അതിനെന്താ കുഴപ്പം? ഇത് നല്ല സിനിമയായിരുന്നു എന്നുള്ളത് എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ സിനിമ ചെയ്തേ. അതിനെന്തായിരുന്നു ആ സിനിമയ്ക്ക് കുഴപ്പം? വളരെ നല്ല സിനിമയായിരുന്നു, എത്രയോ ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷേ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതല്ലായിരുന്നു ആവശ്യം. അവർക്ക് സ്ഫടികം പാർട്ട് 2 അല്ലെങ്കിൽ സ്ഫടികം പോലെ മറ്റേതോ ഒരു സിനിമയാണ് ആവശ്യം. അപ്പം സ്ഫടികം പോലെ ഒരു പാർട്ട് 2 സിനിമ എടുക്കാനോ, സ്ഫടികത്തിൻ്റെ അതേ ഭാവത്തിലും തലത്തിലുമുള്ള ഇനിയൊരു സിനിമ എടുക്കാനോ, ഒരു ആക്ഷൻ പാക്ഡ് സിനിമ എടുക്കാനോ അല്ല ഞാനിവിടെ. ഞാൻ നിലകൊള്ളുന്നത് അതിനു വേണ്ടിയല്ല. എനിക്കൊരു ആക്ഷൻ പാക്ഡ് സിനിമ എടുക്കാൻ അറിയില്ല. അതിൻ്റെ പിറകിൽ ആക്ഷൻ ഒരു ഭാഗം തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു കഥാപാത്രത്തിൽ കൂടി നിൽക്കുന്ന ഇതിവൃത്തത്തിൽ നിന്നാണ് കഥ ചുരുളഴിയുന്നത്. അപ്പോൾ അതിന് ആക്ഷനാവും, ആക്ഷൻ വേണം. അപ്പോൾ ആ ആക്ഷൻ വ്യത്യാസമായിട്ട് എങ്ങനെ കാണിക്കാം, അത് ഞാൻ കാണിച്ചു തരുന്നത്. അത് സ്റ്റണ്ട് മാസ്റ്ററുടെ പോലും ശത്രുവായി എപ്പോഴും അയാളുടെ അടുത്ത് മുടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ നോക്കിയാലും ധാരാമാഷ എപ്പോൾ പാത്താൽ ഇതേ ചൊല്ലറേ ഇത് തന്നെ ഇതാണൊക്കെ. ആ പടത്തിൽ ആ പ്രീവിയസ് സ്റ്റണ്ടിലും ഇങ്ങനെ, ഇതിലും ഇങ്ങനെ ആയാലും എന്താ, എല്ലാത്തിലും അങ്ങനെ മതി. അതായത് ക്യാരക്ടറാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ സ്റ്റണ്ട് ഫിലിം ഉണ്ടാക്കുന്ന ഡയറക്ടറല്ല, അതിനിവിടെ മേക്കേഴ്സ് ഉണ്ടല്ലോ, അവരുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സിനിമയ്ക്കല്ല നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ അതല്ലാത്ത ഒരു സിനിമയാണ് ഒളിമ്പ്യൻ ആൻ്റണി ആദം ചെയ്യുന്നത്. അപ്പോൾ അതിനെ വ്യത്യാസമായിട്ട് നിങ്ങൾ അതിനെ സ്വീകരിച്ചില്ല. ഞാൻ പറയുന്നത് ഈ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളതല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണം സിനിമ. അതിനുശേഷം ഉടയോനെടുത്തു. അപ്പോഴും അവർ പ്രതീക്ഷിക്കുക, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു, ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു, നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞങ്ങൾ വിചാരിച്ചു ഉടയോനിലെ അപ്പൻ ശൂർനാട് കുഞ്ഞും ആ മകനും തമ്മിലൊരു ഭയങ്കര സംഭവം ഉണ്ടാകാൻ പോവുകയാണെന്ന്. നിങ്ങളെന്താണ് ഈ തമ്മിലുണ്ടാകുന്നത്? അങ്ങനെ തമ്മിൽ പറയേണ്ട കഥയല്ലല്ലോ. തമ്മിലൊരു കഥ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, അത് സ്ഫടികത്തിൽ പറഞ്ഞല്ലോ. ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ എപ്പോഴും മോഹൻലാലിനെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ വീണ്ടും നമുക്കൊരു വലിയൊരു പാരാപ്തമാണത്. ഒരു സിനിമ ഓടാതെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഞാൻ ഈ ഉടയോൻ സിനിമ ഓടാതെ പോയപ്പോൾ പിന്നെ ഞാനും മോഹൻലാലിനോട് സംസാരിക്കുന്ന 1.5 വർഷത്തിന് ശേഷമാണ്. അതിന് പിണക്കമുണ്ടായിട്ടാണോ? എന്ത് നമ്മളെടുത്ത എഫേർട്ട് മുഴുവൻ. അപ്പോൾ അതിനെ ആ രീതിയിൽ, ആ അർത്ഥത്തിൽ, ആ പശ്ചാത്തലത്തിൽ അതിനെ കാണുന്നില്ല. ആ സിനിമയുടെ എൻറ്റയർ ഷൂട്ടും കഴിഞ്ഞ് അവൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇത് ലാൽ പറഞ്ഞ് എന്നെ ഒന്ന് കാണിക്കാമോ, ഫുൾ ഫിലിം. ആ ഫുൾ ഫിലിം കണ്ടേച്ച്
ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ അണ്ണ, ഐ എം സോ താങ്ക്ഫുൾ ടു യു, എനിക്ക് ഇങ്ങനെ ഇത്രയും നല്ലൊരു വേഷം തന്നല്ലോ. അപ്പോൾ ആ നടൻ ആ സിനിമ ആദ്യം അധ്യാന്തം ആദ്യം മുതൽ അവസാനം വരെ കണ്ട് അത്രയും നിർവൃതി ഉണ്ടായതിന് മുകളിലല്ലേ അങ്ങനെ ഒരു കൺഫെഷൻ ഇല്ലേ എന്നോടുള്ളൊരു പ്രത്യേക സ്നേഹമോ. ഇങ്ങനെ ഒരു സിനിമ നല്ലതോ ചീത്തയോ, നല്ലതല്ലെങ്കിൽ അത് നല്ലതല്ല, ചീത്തയാണെങ്കിൽ അത് ചീത്തയാണ്, നല്ലതാണെങ്കിൽ നല്ലതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കണ്ട് പുള്ളിക്ക് അത് അത്രയും ഇഷ്ടപ്പെട്ടുണ്ടല്ലോ പുള്ളി അത് പറഞ്ഞേ. അപ്പോൾ ഞാൻ എപ്പോഴും അല്പം വഴി നടക്കുമ്പോഴും ചില കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴും എവിടെ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങുകൾ ഇവിടെ എല്ലാം ചോദിക്കും, അടുത്ത പടം ആരാ, ലാല മോലാല, അയ്യോ ഞാൻ പറഞ്ഞില്ല, എന്ത് പറ്റി, അയ്യോ ഇല്ല, അത് വലിയ ഭയങ്കര ചുമതലയാണ്. ഒന്നാമത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്ഫടികം പോലത്തെ ഒരു സിനിമയാണ്, അതിന് ഈ ഭൂമുഖത്തുണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവില്ല? ഉണ്ടാവുമായിരിക്കാം, വേറെ ആരെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, എനിക്കത് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം ഞാൻ വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും റൂട്ടിൽ സിനിമ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതിനൊരു സന്ദർഭം വരട്ടെ, സന്ദർഭം വരുമ്പോൾ സിനിമ ഉണ്ടാക്കും.